ഡിയർ സ്റ്റുഡൻസ്, ഒരു ടോപ്പിക്കും കൂടെ നമുക്ക് പഠിക്കാം. സെക്യൂരിറ്റി ത്രെറ്റ്സ് ഇൻ ഇൻ്റർനെറ്റ് ആൻഡ് ഇ കോമേഴ്സ്. നമ്മൾ ഇ കോമേഴ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സെക്യൂരിറ്റി ത്രെറ്റ്സ്, ഇൻ്റർനെറ്റിൽ വരുന്ന സെക്യൂരിറ്റി ത്രെറ്റ്സിനെ കുറിച്ചിട്ടാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ദ മെയിൻ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഇൻ ഓൺലൈൻ പേയ്മെൻറ്റ് സിസ്റ്റം ആർ, ഫസ്റ്റ് വൺ പറയുന്നു, നമ്മൾ ജസ്റ്റ് പോയിന്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങളത് ടെക്സ്റ്റ് വെച്ചിട്ട് ശ്രദ്ധിക്കണം. എന്തായാലും an individual will break into an electronic system in order to initiate unauthorized transaction on another individual's legitimate account, thereby stealing money. നമ്മൾ ഒരാളുടെ അക്കൗണ്ടിൽ വരുന്ന പണം വേറെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള മീൻസിലൂടെ നമ്മൾ പണം സ്റ്റീൽ ചെയ്യുക, മോഷ്ടിക്കുന്ന ഒരു സംവിധാനം വരാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമ്മളോട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബാങ്കുകളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജസ് അയക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഫോൺ കോളുകൾ വരും, നിങ്ങൾ പാസ്വേഡോ സെക്യൂരിറ്റി കോഡോ അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുക്കരുത്, അങ്ങനെ രീതിയിലൊക്കെ വരാറുണ്ട്. അത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റീലിംഗ് മണി. രണ്ടാമത്തെ ഐഡൻറ്റിറ്റി theft, that an individual will steal customers' personal data, enabling the wrongdoer to set up a illegitimate credit card account, bank account and other account. It is called identity theft. നമ്മൾ ഒരാളുടെ പേരിലുള്ള അയാളുടെ പേഴ്സണൽ ഡാറ്റാസ് വെച്ചിട്ട് അയാളുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, മറ്റ് അക്കൗണ്ട്സൊക്കെ മറ്റൊരാൾ ഇയാളാണെന്നുള്ള വ്യാജേന സ്റ്റീലിംഗ് നടത്തുന്നതിനെയാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് ദാറ്റ് എൻ ഇൻഡിവിജ്വൽ വിൽ അറ്റാക്ക് ഓർ കറപ്റ്റ് ദ ഡാറ്റ ഇൻ ഇലക്ട്രോണിക് സിസ്റ്റം എയ്തർ എ വാൻഡലിസം ഓർ ടു എക്സ്ട്രാക്ട് മണി ഫ്രം ദ സ്പോൺസറിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് വരുന്നത് ഇന്റേണൽ ഫ്രോഡ്. Internal fraud is committed by the employee or other insiders in the organization. സ്ഥാപനത്തിനുള്ളിലുള്ള ആൾക്കാർ തന്നെ, സ്ഥാപനത്തിലുള്ള ആൾക്കാരുടെ ഏതെങ്കിലും രീതികൾ വെച്ചുകൊണ്ട് പാസ്വേഡോ മറ്റു കാര്യങ്ങളോ യൂസ് ചെയ്തുകൊണ്ട് അത് ഫ്രോഡ് നടത്തുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് വൈറസ് മൂലം സംഭവിക്കുന്നത്. വൈറസ് സെൽഫ് റിപ്ലിക്കേറ്റിംഗ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഡിസൈൻ ടു പെർഫോം അൺവാണ്ടഡ് ഈവൻറ്റ്സ്. വേംസ്, സ്പെഷ്യൽ വൈറസ് ദാറ്റ് ഇസ് സ്പ്രെഡ് യൂസിങ് ഡയറക്റ്റ് ഇൻ്റർനെറ്റ് കണക്ഷൻ. നമ്മുടെ ഡാറ്റാസ് കംപ്ലീറ്റ് നാശമായി പോകുന്ന രീതിയിലുള്ള വേംസ്, വൈറസുകൾ. ട്രോജൻ ഹോഴ്സസ്, disguised as legitimate software and trick user into running the program security. അടുത്തത് masquerading or spoofing, sending a message that appears to be the form of someone else. Sniffer software that illegally access data transversing across the network. Software and operating system security holes, security theft and fraud, theft of software, theft of hardware. ഇങ്ങനെയുള്ള 13 തരത്തിലുള്ള സെക്യൂരിറ്റി ത്രെറ്റ്സ് ആണ് ഇ കോമേഴ്സിൽ വരുന്നത്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റിന് വളരെ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഇൻ ഇൻ്റർനെറ്റ് ആൻഡ് ഇ കോമേഴ്സ് എന്ന് വരാറുണ്ട്. ഓക്കെ, താങ്ക് യു.